നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ജിബ്രാൻ പാടുകയാണ് എന്ന പുസ്തകത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഡോക്ടർ ആർഷ എം ദേവാണുള്ളത്. മിറാഷ് ഓഫ് ഇംപെർഫെക്ഷൻസ്, ജിബ്രാൻ പാടുകയാണ് എന്നീ പുസ്തകങ്ങളുടെ എഴുത്തുകാരിയാണ് ഡോക്ടർ ആർഷ. ഒപ്പം ഒരു MBBS MD ഡോക്ടറാണ്. ഡോക്ടർ ആർഷ, സ്വാഗതം. നമസ്കാരം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ജോയിനിങ് ദ ഇന്റർവ്യൂ. താങ്ക് യു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സത്യത്തിൽ ഈ പുസ്തകത്തെ പറ്റിയുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഇതിലൂടെ വേണം തുടക്കമെന്ന് ഒരു യെസ്, ഓഫ് നിയോഗമായിരിക്കും. കോഴ്സ്. അങ്ങനെ വിശ്വസിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ ആശംസിക്കുന്നു. ബുക്ക് വലിയൊരു വൺ സക്സസ് ആവട്ടെ. എങ്ങനെയുണ്ട് താങ്ക് യു ഡോക്ടർ? സോ മച്ച്. ഓക്കെ. ശ്യാമിന്റെയും അബിയുടെയും കഥ വായിച്ചിട്ട് വായനക്കാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ട്? വളരെ നല്ല റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 6 മാസമായിട്ടേ ഉള്ളൂ പുസ്തകം ഇറങ്ങിയിട്ട്. ആ അപ്പൊ ഈ 6 മാസത്തിനുള്ളിൽ നമ്മൾ അധികം PR വർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. എന്റെ ആ പേജിൽ മാത്രമാണ് ഞാൻ ആക്ച്വലി പുസ്തകത്തെ പറ്റി എഴുതിയിരുന്നത്. ഈ ഓക്കെ. കുറിപ്പുകൾ റീഷെയർ ചെയ്താണ് അധികം ആളുകളുടെ അടുത്തെത്തിയത്. ഓക്കെ. വായിച്ചവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നെഗറ്റീവ്സും കുറച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ്സ്, അതായത് സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. മിക്കവാറും ഒരു 99% ഗുഡ് റിവ്യൂസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്നു. ഓക്കെ. ഒരുപാട് ഈ പുസ്തകം വായിച്ചിട്ട് വന്ന റീഡേഴ്സിന്റെ അടുത്തുനിന്ന് ഡോക്ടർക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു 22 years ആയിട്ടുള്ള ഒരു കോളേജ് ഗേൾ, അവള് പറഞ്ഞു അവളിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പൊ അവള് കുറച്ച് സൂയിസൈഡലായിരുന്നു, ഒരു സൈക്കാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ഈ പറഞ്ഞ സൈക്കാട്രിസ്റ്റ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റിംഗ് മൊഡാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബുക്സ് തന്റെ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടായിരിക്കണം ഒരു പക്ഷെ എന്റെ പുസ്തകം അറിഞ്ഞിട്ടുണ്ടാവുക. അദ്ദേഹം ഇത് അവൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തു. അപ്പൊ അവൾ പുസ്തകം വായിച്ചൊരു 2-3 months വായിച്ചു. എടുത്താണ് അവൾ വായിച്ചത്. കഴിഞ്ഞ മാർച്ചിലാണ്. അപ്പോൾ അവള് ജൂണോട് കൂടിയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അവള് പറഞ്ഞൊരു കാര്യമുണ്ട്. പുസ്തകത്തിന്റെ ഓരോ അധ്യായവും അവൾ വളരെ കഷ്ടപ്പെട്ടാണ് വായിച്ചത്. കാരണം നമുക്കറിയാം, ഡിപ്രഷൻ ഇസ് എ കണ്ടീഷൻ വെയർ വി ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ്. അങ്ങനെ ഒരു യെസ്. സ്റ്റാഗ്നേഷനിൽ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഓരോ അധ്യായം വായിക്കുമ്പോഴും അവൾ ആംപിൾ എമൗണ്ട് ഓഫ് ടൈം എടുത്തു. അതാണ് നടന്നത്. ഇത് വായിച്ച് വായിച്ച് വന്ന സമയത്ത് അവളുടെ അതേ സാഹചര്യത്തിലൂടെ കടന്നുപോയ ക്യാരക്ടറാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ ശ്യാം. അപ്പൊ അവൾക്ക് ഭയങ്കരമായിട്ടൊരു സിമിലാരിറ്റി തോന്നി അവനുമായിട്ട്. അവൻ കടന്നുപോയ അതേ വഴികൾ, അവൻ ഫേസ് ചെയ്ത അതേ ഇഷ്യൂസ് അവളും ജീവിതത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊരു ഫീലിംഗ് അവൾക്ക് തോന്നി. പക്ഷേ പലപ്പോഴും നമ്മളിപ്പോ മെഡിക്കൽ സയൻസിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, നമുക്കൊരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്റെ ജീവിതം മുമ്പോട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിലും ആക്ച്വലി അതല്ല ഫാക്ട്. നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ, മൂവ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻസി വാക്കാണ്. ചിലർ പറയും, അയ്യോ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു, ഇനി എനിക്ക് അടുത്തൊരു സ്റ്റെപ്പ് ഇല്ല, ഇനി എന്റെ ജീവിതം ഇതോടുകൂടി കഴിഞ്ഞു. എസ്പെഷ്യലി കുറച്ച് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും തോന്നും. ശ്യാമു അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അവനും കുറച്ച് സൂയിസൈഡൽ ആയിരുന്നു. അവനും ഒരു സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെന്റിലായിരുന്നു. ബുക്കിന്റെ സ്പോയിലർ ആണെന്ന് അറിയാം, എങ്കിലും സ്റ്റിൽ പറയാണ്. അപ്പൊ ഈ പെൺകുട്ടി ശ്യാമിന്റെ അവസ്ഥകൾ വായിച്ചു. പിന്നീട് ശ്യാം അതിൽ ഹോപ്പ്ഫുൾ ആയി ജീവിതത്തെ കണ്ടത് അവൾക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ ആയി എന്ന് പറഞ്ഞ് അവൾ അത്യാവശ്യം നല്ല വലിയ ഒരു റിവ്യൂ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു പെൺകുട്ടിയുടെ കാര്യം എന്തുണ്ട്, ഇത്തിരി പേഴ്സണൽ ആയതുകൊണ്ട് ഞാനത് ആർക്കും റീപോസ്റ്റ് ചെയ്തില്ല, റീഷെയർ ചെയ്തില്ല. പക്ഷെ ഏറ്റവും ടച്ചിങ് ആയി തോന്നിയ കാര്യം അതാണ്. അവൾ പിന്നീട് അത് അവളുടെ 3 ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്തു. അവൾ പഠിച്ച സ്കൂളിൽ പുസ്തക ലൈബ്രറിയിലേക്ക് കൊടുത്തു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു കുട്ടിക്ക് അവളുടെ ലൈഫിനോട് അതിനെ അത്രമാത്രം ഇക്വേറ്റ് ചെയ്ത് ചിന്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു എഫക്ട് അതിന് വരുമെന്ന് ഞാൻ സത്യത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഓക്കെ, ഡിപ്രഷൻ, സൂയിസൈഡ്, ബ്രേക്കപ്പ് ഒക്കെ ഒരു നോർമൽ വിഷയമായിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ മാറിയ ഒരു അവസ്ഥയാണല്ലേ. അപ്പോ എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇമ്പാക്ട് വരുന്ന സത്യത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ആൻഡ് ഇപ്പൊ ആ കുട്ടി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് അവളൊരു നല്ലൊരു ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിത്തിൻ 6 months-നുള്ളിലാണ് ഇതിൽ ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെന്റ് വന്നത്. അപ്പോ അവളുടെ ആ ഒരു ജേർണിയിൽ കംപ്ലീറ്റ് പാർട്ട് ഇതാണെന്ന് പറയുന്നില്ല. ഡെഫിനറ്റ്ലി ആ ഡോക്ടർ ഒരു വലിയ പാർട്ടാണ്. പിന്നെ അവളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സപ്പോർട്ട് അത് വലിയൊരു ഭാഗമാണ്. അതിലൊരു ചെറിയ ഭാഗമെങ്കിലും ഈ പുസ്തകത്തിന് ആകാൻ കഴിഞ്ഞതിൽ ഐ എം വെരി ഹാപ്പി. ഓക്കെ. ഓക്കെ. എങ്ങനെയാണ് ഈ പുസ്തകം എഴുതാനുള്ള തോട്ട് ആദ്യം ഡോക്ടറുടെ മനസ്സിലേക്ക് വന്നത്? അപ്പോൾ ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MD ചെയ്തത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. ഓക്കെ. അപ്പോൾ എന്റെ 2ാം വർഷം MD ചെയ്യുന്ന സമയത്ത്, അന്ന് കോവിഡ് ഉള്ള ടൈമാണ്, 2020-23. അപ്പൊ ഒരു ലോക്ക്ഡൌൺ ആണ്, ലോകം മുഴുവൻ ലോക്ക്ഡൌണിലായിരുന്ന ടൈം. നമ്മൾ മാത്രമായിരുന്നു അന്ന് വർക്കിംഗ് ആയിട്ട് പുറത്തുണ്ടായിരുന്നു. അപ്പം കോവിഡ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു വരുന്ന സന്ദർഭങ്ങളിൽ ലോകത്തിലൊരു ഹോപ്പ് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ലോകത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കോവിഡിനെ പേടി. കോവിഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ മരിച്ചു പോകുന്നൊരു പേടി പ്രിയപ്പെട്ടവർക്ക് വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഏജ്ഡൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ
കോവിഡ് വന്നു കഴിഞ്ഞാൽ അയ്യോ ഇനി രക്ഷപ്പെടില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു ഭയങ്കര നെഗറ്റിവിറ്റി എല്ലായിടത്തും നിൽക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് എന്റെ പഴയ പ്രൊഫസർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഖലീൽ ജിബ്രാന്റെ ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പണ്ട് വായിച്ചിരുന്നു MBBS ടൈമിൽ, പിന്നീട് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയപ്പോഴത്തേക്കും അത്രയ്ക്ക് അങ്ങോട്ട് വായിക്കാനുള്ള ടൈം കിട്ടിയിരുന്നില്ല. അപ്പൊ ഖലീൽ ജിബ്രാന്റെ പുസ്തകവും എനിക്ക് വായിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, വാങ്ങിച്ചു വെച്ചു, അന്നേരം ഞാൻ വായിച്ചു തുടങ്ങിയില്ല. അപ്പൊ ആ 2021 ഡിസംബർ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് 21 ഡിസംബറിൽ ആ ക്രിസ്മസിന് ഞാൻ എന്റെ വീട്ടിൽ ലീവ് എടുത്തു വന്നു. രണ്ട് ദിവസത്തിന് ലീവ് എടുത്ത് വന്ന ദിവസം ഞാൻ ഉറങ്ങുകയാണ്. അപ്പൊ എനിക്ക് വളരെ യാദൃശ്ചികമായിട്ട് ഒരു സ്വപ്നത്തില് ഒരു വലിയ കടലിന്റെ തീരത്തുള്ള ഒരു പട്ടണം എനിക്കിങ്ങനെ കാണാൻ കഴിയാണ് സ്വപ്നത്തിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിപ്പോ ഏതാണ് ഈ സ്ഥലം, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ കൽക്കട്ട അങ്ങനെ എല്ലാ സിറ്റീസും, അതായത് ഈ കടൽ തീരത്തുള്ള എല്ലാ സിറ്റീസും നമ്മുടെ മൈൻഡിലോട്ട് വരികയാണ്. പക്ഷെ അതൊന്നുമല്ല. ആൻഡ് അത് കഴിഞ്ഞപ്പോ കണ്ടു കുറച്ച് അകലെ മാറിയ ഒരു കോളേജ്, ഒരു വലിയ ക്യാമ്പസ് ആണ്. ക്യാമ്പസിലൂടെ കുട്ടികൾ നടന്നു പോകുന്നു. അവിടെ ആ ക്യാമ്പസിന്റെ ഒരു ഭിത്തിയിൽ ഖലീൽ ജിബ്രാന്റെ ചിത്രം, ഒരു രേഖാചിത്രം വരച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ്, ഒരു 2:30 ആയിട്ടുണ്ടാവും സമയം. യൂഷ്വലി നമ്മൾ അങ്ങനെ ഉറക്കം കിട്ടാറുള്ളതല്ല, കോവിഡ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ. 2:30 ആയിട്ടുണ്ട് സമയം, രാത്രി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ തൊട്ട് പിറ്റേ ദിവസം ക്രിസ്മസ് ആണ്, 24th നൈറ്റിനാണ് നടക്കുന്നത്. അപ്പൊ പാതിരാ കുർബാന നടക്കുന്നുണ്ട് എല്ലാ പള്ളികളിലും. ഏതോ പള്ളി, ദൂരെ അടുത്തുള്ള ഏതോ ഒരു പള്ളിയിൽ നിന്ന് ഇങ്ങനെ ശാന്തരാത്രി തിരുരാത്രി ആ പാട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ എനിക്കൊരു ഭയങ്കര ട്രാൻക്വിലിറ്റി തോന്നി. പെട്ടെന്ന് തോന്നിയ ഒരു വരി ഞാൻ അന്നേരം കൈ കിട്ടിയ ഡയറിയിൽ എഴുതി. അവിചാരിതമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നത്. ആ വരിയാണ് ആദ്യം എഴുതിയത്. അവിടെ നിന്നാണ് പിന്നീട് പുസ്തകത്തിന്റെ ഡെവലപ്മെന്റ് വന്നത്. പെട്ടെന്ന് ഒരു പെൺകുട്ടി ഒരു പുതിയൊരു നഗരത്തിൽ, കംപ്ലീറ്റ്ലി അവൾക്ക് തീരെ അറിയാത്തൊരു നഗരത്തിൽ, അപരിചിതമായ ഒരു നഗരത്തിൽ ജോലി തേടി എത്തുന്നതും അത് ഖലീൽ ജിബ്രാന്റെ ഭയങ്കര ഫാൻ ആയിട്ടുള്ള ഒരു കുട്ടി. അങ്ങനെ അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതും അവളുടെ ജീവിതത്തിൽ വരുന്ന കഥാപാത്രം, അവളുടെ പ്രണയ നഷ്ടം, പിന്നീട് അവൾക്ക് വരുന്ന പ്രണയം, അവൾ കണ്ടുപിടിക്കുന്ന പുതിയ സുഹൃത്തുക്കൾ, സാഹചര്യങ്ങൾ എല്ലാം കൂടെ ചേർത്താണ് പുസ്തകമായി മാറുന്നത്. കറക്റ്റ് ഇൻസ്പിറേഷൻ വന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എന്റെ MD ദിവസങ്ങളാണ്. കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ. സ്വപ്നത്തിലാണ് ഇൻസ്പിറേഷൻ വന്നത്. തീർച്ചയായിട്ടും. ഒരു പക്ഷേ ചില സ്വപ്നങ്ങളൊക്കെ വലിയ വലിയ കാവ്യങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവാം. എന്തെങ്കിലും മൈൻഡ് സംഭവിക്കും. ആൻഡ് പേഴ്സണലി ഞാൻ കോയിൻസിഡൻസിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ അതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇതിനെ കരുതുന്നത്. പിന്നെ നമ്മുടെ വായനക്കാരിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ആ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്വപ്നം ഒരു പക്ഷേ മറ്റു പലരുടെയും ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരു കോൺഫിഡൻസ് ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. യെസ്. ഓക്കെ. ഇപ്പം എത്ര തഴമ്പിച്ച എഴുത്തുകാരെന്ന് പറഞ്ഞാലും റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് അങ്ങനെ അതൊരു യൂണിവേഴ്സൽ ഫാക്ട് ആണ്. അപ്പൊ ഡോക്ടർക്ക് ഈ ബ്ലോക്കിൽ എങ്ങനെയാണ് മറികടന്ന് ഈ പുസ്തകം പൂർത്തിയാക്കിയത്? എനിക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് 2020 തൊട്ട് 21 വരെയുള്ള ഒരു വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു. 21 ഞാനത് എഴുതി തുടങ്ങിയെങ്കിലും ഞാൻ എഴുതി കംപ്ലീറ്റ് ആക്കിയത് 2024-ലാണ്. കാരണം ഈ ഒരു വർഷം കാലയളവിൽ ഇതിന്റെ കഥ എന്ന് ആദ്യം തീരുമാനിച്ചിരുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന ഇമ്പാക്ടിന് ഉപരിയായിട്ട് അവൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസിനെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു രീതിയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ കുറച്ച് വൈകിയാണ് അതിലേക്ക് ഒരു ക്യാമ്പസ് ജീവിതം നെഗറ്റിവിറ്റി മാത്രമല്ല ഒരു പോസിറ്റീവ് ഹോപ്പ് ഉള്ള രീതിയിൽ എഴുതി തീർക്കണം എന്നൊരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പോ ഞാൻ എഴുതി വെട്ടി മാറ്റിയ കുറച്ച് ഭാഗങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു കേസിൽ അകപ്പെടുന്നതായിട്ടൊക്കെ ആദ്യം എഴുതി തുടക്കത്തിൽ. പിന്നീട് അത് മാറ്റി. പക്ഷെ അത് മാറ്റിയപ്പോ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു. കാരണം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനല്ലല്ലോ നമ്മൾ പുസ്തകം എഴുതുന്നത്. കാരണം ഒരുപാട് പുസ്തകങ്ങൾ, അതായത് ആനുകാലിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരുപാട് പുസ്തകത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് കണ്ടുവരുന്നത്. വായിക്കാൻ ഒരാൾ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ ഒരു വായിക്കുന്ന സമയത്തെങ്കിലും കുറച്ചെങ്കിലും ഹോപ്സ് അല്ലെ ഹാപ്പിനെസ് അവർക്ക് തോന്നണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു കഥാഗതി ഇടയ്ക്ക് വെച്ച് മാറ്റിയിട്ടുണ്ട്. ഈ മാറ്റിയപ്പോ പിന്നീട് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നോർത്ത് ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്. അതൊരു 2-3 വർഷത്തോളം ആ സ്റ്റക്ക് അങ്ങനെ തീർന്നു. അങ്ങനെ ഒരു 2023 ആയപ്പോൾ ഞാൻ കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് സീനിയർ റെസിഡന്റ് ആയിട്ട് മാറ്റം കിട്ടി. അവിടെ വെച്ച് കോന്നി ആക്ച്വലി ഒരു കുറെ ഹൈ റേഞ്ച് റീജിയൻ ആണ്, നമുക്ക് എഴുതാനും ഒക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ വെച്ച് കുറച്ചുകൂടി ഫ്രീ ആയി. കാരണം നമ്മളൊരു പഠനം എന്ന അവസ്ഥ മാറി നമുക്ക് ജോലി എന്നൊരു സാഹചര്യത്തിലോട്ട് മാറിയപ്പോ കുറച്ചുകൂടി ഫ്രീ ആയി. അങ്ങനെയാണ് പുസ്തകം എടുത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെച്ച് തുടങ്ങി കോന്നി മെഡിക്കൽ കോളേജ് വെച്ച് എഴുതി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉള്ള സമയത്ത് ഞാൻ ഒരുപാട് പ്രാക്ടിക്കലി ശ്രമിച്ചിട്ടുണ്ട് ഇത് വീണ്ടും എഴുതി തുടങ്ങാൻ. പക്ഷെ എഴുതി തുടങ്ങുന്നൊക്കെ നമ്മൾ അപ്പൊ വെട്ടും, 2 പേജ് എഴുതും പിന്നെ വെട്ടും, അങ്ങനെ വെട്ടി കുറെ അധികം വെട്ടിയിട്ടുണ്ട്. അപ്പോ പ്രത്യേകിച്ച് എനിക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് നിന്ന് മാറാൻ കാരണമായത് എന്റെ തന്നെ പ്രൊഫസർ എന്നോട് സജസ്റ്റ് ചെയ്തു, നീ മറ്റു കുറച്ച് പേരുടെ പുസ്തകങ്ങൾ കൂടി വായിക്കുക, ആനുകാലിക പ്രസക്തിയുള്ള പുസ്തകങ്ങൾ വായിക്കുക. ഒരു പക്ഷേ ആർക്കെങ്കിലും ഈ റൈറ്റേഴ്സ് ബ്ലോക്കിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കാം
അങ്ങനെ പറഞ്ഞ് ഞാൻ 5 പുസ്തകങ്ങൾ എടുത്തു. ഒന്ന് ബെന്യാമിൻ സാറിന്റെ മഞ്ഞവെയിൽ മരണങ്ങളായിരുന്നു. എനിക്ക് പ്രൊഫസർ തന്നെ സജസ്റ്റ് ചെയ്തതാണ്. ഞാൻ ബെന്യാമിൻ സാറിന്റെ മിക്കവാറും എല്ലാ ബുക്സും വായിച്ചിട്ടുണ്ടെങ്കിലും മഞ്ഞവെയിൽ മരണങ്ങൾ ഞാൻ ആക്ച്വലി വായിച്ചിട്ടുണ്ടായിരുന്നില്ല, കേട്ടിട്ടേ ഉണ്ടായിരുന്നു റിവ്യൂ. പിന്നെ രണ്ടാമത് ഞാൻ കയ്യിലെടുത്തത് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി ആയിരുന്നു. മൂന്നാമത് പട്ടുനൂൽ പുഴു ഞാൻ കയ്യിലെടുത്തു. അതേപോലെ കോളറ കാലത്തെ പ്രണയം, പിന്നെ ഓർഹാൻ പാമുക്കിന്റെ മഞ്ഞ്. അങ്ങനെ ഒരു 5 പുസ്തകമാണ് എടുത്തത്. അപ്പൊ വായിച്ചപ്പോഴത്തേക്കും ഓർഹാൻ പാമുക്കിന്റെ മഞ്ഞും പട്ടുനൂൽ പുഴു ഒക്കെ വായിച്ചപ്പോൾ നല്ലൊരു ഇൻസ്പിറേഷൻ ആയി. നമുക്ക് വീണ്ടും ഒന്നുകൂടെ എഴുതി തുടങ്ങിയാലോ. അതിൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയി മാറിയത് മഞ്ഞവെയിൽ മരണങ്ങളാണ്. കാരണം ആ പുസ്തകം ഞാൻ തുടങ്ങിയ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ശനിയാഴ്ച വൈകുന്നേരമാണ് തുടങ്ങിയത്. ഞായറാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ തീർത്തു. കാരണം ലീവ് എടുത്ത് വീട്ടിൽ വന്നതായിരുന്നു. ആ 24 hours ഞാൻ ഉറങ്ങിയതുമില്ല. കറക്റ്റ് കണ്ടിന്യൂസ് ആയി വായിച്ചു തീർത്തു. വായിച്ചു തീർത്തപ്പോൾ സാറിന്റെ എഴുത്തിനോട് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളതാണ്. അപ്പം ഭയങ്കര ഇൻസ്പിറേഷനുമായി നമുക്ക് ഉറപ്പായിട്ട് ഈ പുസ്തകം എഴുതി തീർക്കാൻ സാധിക്കും എന്നൊരു ഇൻസ്പിറേഷനോടെ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിന്റെ ആ ഒരു ബ്ലോക്ക് മാറി റൈറ്റിംഗ് എന്നൊരു പാത്തിലോട്ട് വീണ്ടും കയറും. പിന്നെ അതേ സമയം തന്നെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. വളരെ റാൻഡം ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അതായത് ഇന്നത്തെ എഴുത്തുകാർക്ക് സാമൂഹ്യ പ്രതിബദ്ധത എത്രമാത്രം ഉണ്ട് എന്നതിനെ പറ്റി ഒരു ചർച്ച, ഒരു ഇന്റർവ്യൂ പോലത്തെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഐ തിങ്ക് അത് നമ്മുടെ മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിലെ ഒരു സെഗ്മെന്റ് മാത്രമായിരുന്നു. അത് കണ്ടപ്പോൾ എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ സ്വായത്തമാക്കിയപ്പോൾ എനിക്ക് പിന്നീട് എഴുതി തുടങ്ങാൻ പറ്റുമെന്നൊരു സാഹചര്യം വന്നു. പിന്നെ എന്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് കൂടുതലായിട്ട് ബുക്സ് വായിക്കണം, ഫോണിനുള്ള അഡിക്ഷൻ നമ്മൾ കഴിയുന്നത്ര കുറയ്ക്കണം എന്നാണ്. അപ്പൊ കുട്ടികളും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ സമയത്ത്. മിസ്സേ ബുക്ക് എന്തായി? എപ്പൊ നോക്കിയാലും അവരൊന്ന് ചോദിക്കും, മിസ്സേ രാത്രി എഴുതുന്നുണ്ടെന്ന് അറിഞ്ഞു, ബുക്സ് എന്തായി? കാരണം അവിടെ കോന്നിയിലെ പ്രത്യേകത ഒരു മലയുടെ മുകളിലാണ് നമ്മുടെ കോളേജ്. അപ്പോ ഏതെങ്കിലും റൂമിൽ ലൈറ്റ് കിടപ്പുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് കറക്റ്റ് ഒരു 2-3 ബിൽഡിംഗിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പൊ മിസ് രാത്രി എഴുതുകയാണോ, എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ? അവർ പഠിക്കല്ലോ, മക്കളെ എഴുതി തുടങ്ങിയതാണ്. അപ്പൊ അവരൊന്നും ചോദിക്കും മിസ്സേ എഴുതി എവിടെ വരെ എത്തി. അപ്പൊ അങ്ങനെ അവരും വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. ഇങ്ങനെയൊക്കെയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് മാറിയത്. മാറുന്ന സത്യത്തിൽ ഞാൻ വിചാരിച്ചതല്ല. കാരണം അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരുന്നു. ഒന്നും ഒരു ഐഡിയയും കിട്ടാത്തൊരവസ്ഥ, കിട്ടി വന്നാലും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ ബ്ലോക്ക് മാറിയപ്പോ ഒരു പുസ്തകത്തിന്റെ ഒരു ഏകദേശം 90% ഉള്ള ഒരു 3-4 months മാത്രമേ എടുത്തുള്ളൂ കംപ്ലീറ്റ് എഴുതാൻ വേണ്ടി. ബ്ലോക്ക് മാറിയപ്പോൾ അത് അത്രയും ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തു. സോ ഇറ്റ് ഈസ് ആക്ച്വലി 2021 തൊട്ട് 24 വരെ 3 വർഷത്തോളം സമയം എടുത്തു എന്നുള്ളതാണ് കാര്യം. ഇടയ്ക്കൊരു ബ്ലോക്ക് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോയി. DC ബുക്സ് ആണല്ലേ പബ്ലിഷേഴ്സ്? എങ്ങനെ പബ്ലിഷേഴ്സിൽ ഇവരിലേക്ക് എത്തിച്ചേർന്നു? ലൈക്ക് ആരെങ്കിലും ത്രൂ എത്തിയതാണോ? ആക്ച്വലി ഞാൻ ഇതിന്റെ ബുക്കിന്റെ പബ്ലിഷിംഗുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ പബ്ലിഷേഴ്സ് ഞാൻ സമീപിച്ചിരുന്നു. അവർക്കൊക്കെ നമ്മൾ ആദ്യം സിനോപ്സിസ് പറഞ്ഞു കൊടുക്കും, ഇതേപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും മിക്ക പബ്ലിഷേഴ്സും സിനോപ്സിസ് ഇങ്ങനെയാണോ, എങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം അത്യാവശ്യം വലിപ്പമുണ്ട് പുസ്തകം, ചെറുതല്ല. മാത്രമല്ല ഇതുവരെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ അധികം ആളുകൾ എക്സ്പെരിമെന്റ് ചെയ്യാത്തൊരു ഫീൽഡാണ് മിസ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് ഖലീൽ ജിബ്രാന്റെ ആരാധകർ എന്ന നിലയിൽ ഒരു എഴുത്ത് നമ്മൾ എഴുതിക്കൊണ്ട് വരുമ്പോൾ എത്രത്തോളം ഖലീൽ ജിബ്രാൻ എന്നത് നമ്മുടെ വായനാ സമൂഹത്തിന് പരിചിതനാണ് എന്നൊരു ഫാക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്ത എല്ലാ പബ്ലിഷേഴ്സും ഒന്ന് കൺസിഡർ ചെയ്ത ഫാക്ടറാണ്. കാരണം ഖലീൽ ജിബ്രാൻ ഉണ്ട് എന്ന് കേട്ടത്തില്ല. ഇപ്പോ കട്ടഭുജികളായിട്ടുള്ളവർക്ക് മാത്രം അറിയുന്ന ഒരാൾ ഖലീൽ ജിബ്രാൻ, അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട് നമ്മുടെ നാട്ടിലെന്ന് ഒരുപാട് പബ്ലിഷേഴ്സ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. മേ ബി കറക്റ്റ് ആയിരിക്കാം, കാരണം കുറെ പേർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പുസ്തകം വായിച്ച് ഖലീൽ ജിബ്രാനെ അറിഞ്ഞ് അദ്ദേഹത്തിന്റെ കൃതികൾ തേടി പിടിച്ച് ലൈബ്രറിയിൽ നിന്ന് വായിക്കാൻ തുടങ്ങിയവരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിബ്രാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറച്ചുകൂടി ജനകീയനാക്കണം, കുറച്ചുകൂടി ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് എന്റെ പദ്ധതി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം കുറെ പബ്ലിഷേഴ്സ് അവർ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ നമ്മൾ പണച്ചിലവൊക്കെ നടത്തി കാര്യങ്ങൾ ഇറക്കി വരുമ്പോഴത്തേക്കും ആളുകൾക്ക് അത്രയ്ക്കൊരു സ്വീകാര്യത ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്റ്റാഗ്നന്റ് ആയിട്ട് സംഭവം നിന്നു പോകും എന്നൊരു കാര്യം. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ തന്നെ എഴുത്തുകാരിൽ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് DC ബുക്സിന് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, സെൽഫ് പബ്ലിഷിംഗ് ആണ്. അതായത് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ കൊടുത്താൽ മതി, അവർ എക്സ്പ്രഷൻസ് വഴി പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ DC ബുക്സ് ആയിട്ട് കോൺടാക്ട് ചെയ്തു, എക്സ്പ്രഷൻസിൽ മെറ്റീരിയൽ കൊടുത്തു, അവരത് അപ്രൂവ് ചെയ്തു, കുഴപ്പമില്ല നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം പ്രൊസീജിയർ ഒരു 2 months തന്നെ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എന്റെ പേജിൽ മാത്രമേ ഞാൻ ബുക്കിനെ കുറിച്ച് റിവ്യൂ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പെയ്ഡ് റിവ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ബുക്ക് വായിക്കാത്ത ഒരാൾ ഞാൻ നന്നായിട്ട് വായിച്ചു, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്ന കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഞാൻ അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടീസിനെ ഒന്നും സമീപിച്ചില്ല. തൽക്കാലത്തേക്ക് നമ്മൾക്ക് നമ്മുടെ പുസ്തകം വാമൊഴിയാൽ എത്ര പേരടുത്ത് എത്തും എന്ന് നോക്കാം. ഇപ്പൊ ഏകദേശം 250 ബുക്സോളം പോയിട്ടുണ്ട് ഓതർ കോപ്പീസ്. അപ്പോ ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ PR വർക്ക് ഒന്നും ചെയ്യുന്നില്ല, phase 1 ചെയ്യുന്നില്ല. ചെയ്യുകയാണെങ്കിൽ തന്നെ phase 2 ചെയ്യുള്ളൂ. ഇപ്പൊ phase 2 കയറി, ഫസ്റ്റ് 250 കഴിഞ്ഞു, പിന്നെ phase 2 കയറിയിട്ടാണ്. ഇനിയാണ് അതിന്റെ അടുത്ത അഡ്വർടൈസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെൽക്കം ചെയ്യാൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഫസ്റ്റ് 6 months കഴിഞ്ഞതോടുകൂടി ഇനിയിപ്പോ അങ്ങനെ ഒന്നിലേക്ക് നമുക്ക് ഇറങ്ങാം.
സോ നോ ഇഷ്യൂസ്. അങ്ങനത്തെ ഒരു ഇപ്പൊ കുറച്ച് പേര് വായിച്ചിട്ട് നമ്മളിലേക്ക് വരുന്നുണ്ട്. അതെ അതൊരു അതെ വലിയ കാര്യമാണ്. അപ്പൊ കൂടുതൽ ഓഡിയൻസ് അത് ആളുകളിലേക്ക് അക്സെപ്റ്റ് എത്തുന്നതാണ് ചെയ്ത് കഴിഞ്ഞല്ലോ ഓൾറെഡി. അതെ, ഓൾറെഡി അവർ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കതൊരു അവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് നമ്മൾ ഉയരുകയാണെങ്കിൽ അതെ ഇങ്ങോട്ട് തന്നെ ആളുകൾ അന്വേഷിച്ച് വരും എന്നതൊരു നന്നായി മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോ ഓക്കെ നമ്മുടെ തന്നെ റൈറ്റർ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തു, ഒരു പ്രത്യേകിച്ച് PR വർക്ക് ഇല്ലാതെ തന്നെ ബുക്സ് കുറച്ച് പേര് എത്തിയ സ്ഥിതിക്ക് ഇനി ഒരു phase 2 വരുമ്പോഴത്തേക്കും യു ക്യാൻ ഡെഫിനറ്റ്ലി സ്വിച്ച് ഓൺ ടു PR വർക്ക് ഓർ എനിത്തിങ്. യെസ് കറക്റ്റ് യെസ്. ഡോക്ടർ, എനിക്ക് തോന്നുന്നത് വായനക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ പുസ്തകത്തിന്റെ പേരാണ്. ബിക്കോസ് ഞാനും അട്രാക്റ്റഡ് ആയത് ഈ പേരിലാണ്. ജിബ്രാൻ പാടുകയാണ്. എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിച്ചേർന്നത്? മറ്റെന്തെങ്കിലും പേരുകൾ കൺസിഡർ ചെയ്തിരുന്നോ, അതോ ആദ്യം തന്നെ ഈ പേരായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? ആദ്യം ഇതിന് അവിചാരിതം എന്നൊരു പേരിടാനായിരുന്നു ആഗ്രഹിച്ചത്. അവിചാരിതം, കോൺഫിഡൻസ് മീനിങ് വരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോയപ്പോ മനസ്സിലായി ഖലീൽ ജിബ്രാൻ എന്ന മഹാനായ എഴുത്തുകാരന്റെ രചനകളെ, അദ്ദേഹത്തിന്റെ വഴികളെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെയൊക്കെ ഒരുപാട് അറിഞ്ഞു വരുന്ന ഏതൊരു വ്യക്തിക്കും ഖലീൽ ജിബ്രാൻ അങ്ങനെ വെറും ഒരു എഴുത്തുകാരൻ മാത്രമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ രചന പ്രവാചകൻ എന്ന രചനയാണ്, അതായത് ദ പ്രൊഫറ്റ്. ഞാൻ എന്റെ 13ാം വയസ്സിലാണ് എനിക്ക് ദ പ്രൊഫറ്റ് ആദ്യമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്നേ വരെ ഞാൻ പല ഊരി വായിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ജിബ്രാൻ ആക്ച്വലി ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയാണ് ജിബ്രാനെ പോലെ തന്നെ. സ്പിരിച്വൽ മീൻസ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഒരു മിസ്റ്റിക് പേഴ്സണാലിറ്റി, കറക്റ്റ്. അതായത് ജിബ്രാന്റെ ഒരു മിസ്റ്റിക് ആയിട്ടുള്ള എഴുത്തിന്റെ ഭംഗി അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ വരികളും ഓരോ എഴുത്തും വായിച്ചു നോക്കിയാൽ അതൊരു സംഗീതം പോലെ സുന്ദരമാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ചാൽ അല്ലെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ അറിയാം അത്രമേൽ കാവ്യഭംഗിയുള്ളതും അത്രമേൽ സംഗീതാത്മകമായതുമാണ് ജിബ്രാന്റെ എഴുത്തുകൾ. സോ ജിബ്രാനെ ഏറെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ജിബ്രാൻ പാടുകയാണ് എന്ന പേര് തന്നെയായിരിക്കും ഏറ്റവും ഉചിതമായി വരിക അവരുടെ കഥയ്ക്ക് എന്ന് തോന്നുന്നു. കാരണം ഇതിൽ തന്നെ പുസ്തകം വായിച്ചവർക്കറിയാം ഒരു അദൃശ്യ സാന്നിധ്യമായിട്ട്, അല്ലെങ്കിൽ ജിബ്രാൻ അവരുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും ഖലീൽ ജിബ്രാൻ കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരാൻ തന്നെ കാരണം ജിബ്രാനെ സ്നേഹിക്കുന്ന ആർക്കും ജിബ്രാന്റെ അദൃശ്യമായ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിബ്രാനെ അത്രമേൽ സ്നേഹിക്കണം. ജസ്റ്റ് ഒരു എഴുത്തുകാരൻ മാത്രമായി കണ്ടാൽ നമുക്ക് അങ്ങനെ സാധിക്കില്ല. പക്ഷേ ജിബ്രാന്റെ ജീവിതം, ജിബ്രാന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്, എഴുത്തിനോടുള്ള കാഴ്ചപ്പാട്, എഴുത്തിലൂടെ അദ്ദേഹം ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള തിങ്സിൽ ഹാപ്പിനെസ് കണ്ടെത്തണം. അതാണ് ജിബ്രാന്റെ ഏറ്റവും വലിയ ഒരു എയിം എന്നാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ദൈവമായാലും ആത്മീയതയായാലും സ്നേഹമാണെങ്കിലും പ്രണയമാണെങ്കിലും എല്ലാം ശരിക്കും പറഞ്ഞാൽ ജിബ്രാന്റെ കാഴ്ചയിലൂടെ നോക്കുകയാണെങ്കിൽ അത്രമേൽ മനോഹരമാണ്. സോ ജിബ്രാൻ പാടുകയാണ് എന്ന പേര് തന്നെയാണ് പുസ്തകത്തിന് ഏറ്റവും നല്ലത് എന്നെനിക്ക് പെട്ടെന്ന് തോന്നി. അങ്ങനെ അവിചാരിതം എന്ന പേര് മാറ്റി കോപ്പിറൈറ്റ് തൊട്ടു മുമ്പ് ജിബ്രാൻ പാടുകയാണ് എന്ന പേര് തന്നെയായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഈ പുസ്തകം ഒരു ലവ് സ്റ്റോറി മാത്രമല്ല, പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഹോപ്പ് ഉണ്ട്, ഇതിന്റെ എല്ലാം ഒരു പെർഫെക്റ്റ് കോംബോ ആണ്. അപ്പം കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ രൂപപ്പെടുത്തുമ്പോൾ ഈ 3 ഘടകങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്തെടുത്തത്? 2 കാര്യങ്ങളാണ്. ഒന്നൊരു കഥ എഴുതുമ്പോൾ സാധാരണ ഇപ്പോ പുതുതായി കണ്ടുവരുന്ന ട്രെൻഡാണ്, നമ്മളൊരു ലവ് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണിലോട്ടും ചെറുക്കനിലോട്ടും മാത്രം കഥ ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം പല പുസ്തകങ്ങളിലും. അങ്ങനെ ചുരുങ്ങി പോകുമ്പോൾ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വായിക്കുന്ന ആൾക്കായാലും ഈ കഥ എഴുതിയ ആൾക്കായാലും ആ ലോകം കംപ്ലീറ്റ് ഒരു കംപ്രസ്ഡ് ആയിട്ട് ഒരു സർക്കിളിനുള്ളിൽ ചുറ്റി തിരിയുന്ന പോലെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടുപേരുടെ ജീവിതം അവരെ മാത്രം ബന്ധപ്പെടുന്ന ഒന്നല്ല, മറ്റു പലരുമായിട്ടും പല രീതിയിലും ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോ രണ്ടുപേരുടെ കഥ പുരോഗമിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ചോദിക്കാം, രണ്ടുപേര് സ്നേഹിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഈ നാട്ടിൽ വരാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരു പ്രണയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ കത്തിച്ചു കൊല്ലുക, വെട്ടിക്കൊല്ലുക, ആസിഡ് ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊരു ബ്രേക്കപ്പ് വന്നാലും പ്രത്യേകിച്ച് പ്രതികാര നടപടികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയും. നമുക്കൊരു റിജക്ഷൻ വന്നാലും അതിന് നമുക്ക് സങ്കടം ഉണ്ടാവും, ഡെഫിനറ്റ്ലി സങ്കടം ഉണ്ടാവും. സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് നടക്കാൻ കഴിയും. അതിന് പ്രതികാര നടപടിയോ അല്ലെങ്കിൽ ഇപ്പോ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആ ഫീമെയിൽ പാർട്ട്ണറിന്റെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മൂവ് ഓൺ ചെയ്യാൻ കഴിയും. അതുപോലെ ഇപ്പോ ചിലർ പറയാറുണ്ട് 20s നിങ്ങൾ ലവ് കണ്ടുപിടിക്കണം, 20s തന്നെ സെറ്റിൽ ആവണം. എല്ലാവർക്കും ഒന്നും സാധിക്കാറില്ല. ചിലർക്കെങ്കിലും 20s ഉള്ള ലവ് കുറച്ച് കഴിയുമ്പോൾ ബ്രേക്കപ്പ് ആയി പോകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 30 ഒക്കെ ക്രോസ് ചെയ്തവരാണെങ്കിൽ കരുതും, അയ്യോ ഐ എം ടു ലേറ്റ് ഫോർ എ ഗുഡ് റിലേഷൻഷിപ്പ്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ബയോളജിക്കൽ റീസൺസ് പലരും പറയാറുണ്ട്, ഇത്ര ഏജിൽ നമ്മൾ പ്രഗ്നന്റ് ആവണം, ഇത്ര ഏജിൽ കുട്ടി വേണം. പക്ഷെ എല്ലാത്തിനും അപ്പുറം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിലെ പാർട്ട്നേഴ്സ് രണ്ടുപേരും പരസ്പരം അറിഞ്ഞിരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇറ്റ് ഈസ് വർത്ത് ഓഫ് ടേക്കിംഗ് എ റിസ്ക് എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം രണ്ടുപേർ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ, ഒരു സ്നേഹമുള്ള കുടുംബത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കേണ്ടത്. അപ്പോൾ മാത്രമേ അവർക്കൊരു ഹാപ്പി അറ്റ്മോസ്ഫിയർ വളരാൻ കഴിയുള്ളൂ.
any child who is raised in love is completely different from a child who is raised upon survival എന്നാണ് പറയുന്നത്. അതായത് സ്നേഹത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് അത്രമേൽ വിശാലം, അത്രമേൽ ഹാപ്പി ആയിരിക്കും അതിന്റെ ചൈൽഡ്ഹുഡ്. അപ്പൊ ഞാൻ എഴുതാൻ രണ്ട് കാര്യമാണ്. ഒന്ന്, ഹാപ്പി ആയിട്ട് മൂവ് ഓൺ ചെയ്യുന്നത് എങ്ങനെ. രണ്ട്, നമുക്കിപ്പോ ഒരു 20s റിലേഷൻഷിപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ സൂയിസൈഡൽ ആകാം, ഡിപ്രസ്ഡ് ആകാം, ഒക്കെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ കൂടി ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈവൻ അറ്റ് 30s നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ ഇതില് രണ്ട് ക്യാരക്ടർ, ശ്യാമും തന്നെ അഭിയും തന്നെ രണ്ടുപേരും കോളേജ് ലെക്ചറേഴ്സ് ആണ്. സോ ആഫ്റ്റർ 30 കഴിഞ്ഞ രണ്ടുപേരാണ്. ഇപ്പൊ സാധാരണ സമൂഹത്തിന്റെ കണ്ണിൽ പെണ്ണുങ്ങളാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞാൽ അമ്മച്ചിയോ അല്ലെ അമ്മമ്മയോ അങ്ങനത്തെ ഒരു കൺസിഡർ ഇല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല. ദ തിങ് ഈസ്, ഒരു 32 ഇയേഴ്സിൽ പോലും പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അവിവാഹിതരായ യുവാക്കളുടെ എണ്ണം കൂടി വരുന്നു, 30 വയസ്സിൽ കൂടി വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഒരുപാട് പേര് ഇപ്പോ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായിട്ടും സ്വന്തം സങ്കടങ്ങൾ എഴുതുന്ന കണ്ടിട്ടുണ്ട്, ജെൻസ് എഴുതുന്ന കണ്ടിട്ടുണ്ട്. അതായത് അവര് 30 ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു, അവർക്ക് വിചാരിച്ച പോലെ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഈ പല മാറ്റേഴ്സ് കൊണ്ടാണ് ആൾക്ക് സംഭവിക്കുന്നത്. ചിലർക്ക് ആദ്യം ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് പോയതായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ആ ഒരു സൗന്ദര്യ അളവുകളൊന്നും മാച്ച് ചെയ്യാത്തതുകൊണ്ട് ഒരാളെ കിട്ടാതെ പോയതായിരിക്കും. ചിലർക്ക് കുടുംബത്തിന്റെ പ്രാരാബ്ദമോ പ്രശ്നങ്ങളോ ഒക്കെ ആയതുകൊണ്ട് സംഭവിച്ചു പോയതായിരിക്കാം. അങ്ങനെ പല റീസൺസ് ഉണ്ട്. സോ ഈ ബുക്ക് വായിക്കുന്നവർക്കറിയാം റിലേഷൻഷിപ്പിൽ തന്നെ പലവിധ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുടെ റിലേഷൻസ് അതിൽ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ഇഫ് യു ആർ റെഡി ടു മൂവ് ഓൺ, നമുക്ക് വേണ്ട ഒരു പാർട്ണർ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ റിലേഷൻഷിപ്പ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. കിട്ടാതെ പോയവരുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു പാട്ടും ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് കിട്ടാതെ പോയ ആൾക്കൊക്കെ അതിൽ ഒരു റിലേഷൻഷിപ്പ് ഹാപ്പി എൻഡിങ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു ഫാക്ടർ ചോദിച്ചല്ലോ, എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്തത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു കപ്പിളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ കാമുകനുണ്ട്, കാമുകിയുണ്ട്. ആ കാമുകൻ മാത്രമാണ് കാമുകിയുടെ വേൾഡ്, കാമുകി മാത്രമാണ് കാമുകന്റെ വേൾഡ്. അങ്ങനെ ഒതുങ്ങരുത് എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് ഞാൻ ആക്ച്വലി പറയുന്നുവെങ്കിലും ഖലീൽ ജിബ്രാന്റെ ദി പ്രൊഫറ്റില് മാരേജിനെ പറ്റി പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതായത് അതിൽ പ്രവാചകനാണ് അൽ മുസ്തഫ. അദ്ദേഹം പറയുന്നുണ്ട്, ഓക്കുമരവും നാരകവും പരസ്പരം ഒന്നിന്റെയും തളയിൽ വളരുന്നില്ല. കാരണം ഓക്കുമരത്തിന് ചോട്ടിക്കൊണ്ട് നമ്മൾ നാരകം നട്ടാൽ നാരകം വളരില്ല, നാരകത്തിന് ചോട്ടിക്കൊണ്ട് ഓക്കുമരം നട്ടാൽ ഓക്കുമരവും വളരില്ല. പക്ഷേ ഒരേ ഗാർഡനിൽ ഇവർ രണ്ടുപേരും വളരും. എങ്ങനെയാണ്? രണ്ടുപേരും വ്യത്യസ്ത സ്പേസ് കൊടുത്താൽ മതി. സോ ആ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് നല്ല രീതിയിൽ ജിബ്രാൻ ദി പ്രൊഫറ്റ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അത് അറിയാത്ത കാര്യമാണ്. അപ്പോ ഈ ജിബ്രാൻ പാടിയാണ് പുസ്തകത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ അധ്യായത്തിൽ ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് വിവർത്തനം ചെയ്ത് നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പേസിൽ നമുക്കൊരു പാർട്ണറിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ സാമൂഹ്യ റിലേഷൻസിനും ഒക്കെ ഒരുപാട് അതിൽ അത്രയും തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. കാരണം അപ്പോൾ മാത്രമേ നമ്മുടെ ലോകം ചുരുങ്ങാതിരിക്കൂ. കാരണം നമുക്ക് വേണ്ട മീ സ്പേസ് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചേർന്നിരിക്കുന്നവർ, എല്ലാവർക്കും അല്ല, ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, എല്ലാത്തിനും നമ്മൾ അത്യാവശ്യം ബാലൻസ് കൊടുത്തേ കഴിയുള്ളൂ. ബാലൻസ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. കാരണം നമുക്ക് എന്നറിയാം, മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, എപ്പോഴും നമ്മൾ ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അതിലുള്ള താല്പര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യണമെങ്കിൽ ഈ രണ്ടുപേരും ആദ്യം രണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് രണ്ടുപേർക്കും എന്ത് വേണം? നല്ല ഫ്രണ്ട്സ് വേണം. സോ റിലേഷൻഷിപ്പിനൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഇപ്പോ ആധുനിക കാലത്ത് കുറെ പേര് പറയാറുണ്ട്, അതായത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ പേഴ്സണലി മോണോഗമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഈ ബുക്കും അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഫ്രണ്ട്സ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ മനസ്സിലാക്കുന്ന നല്ല ഫ്രണ്ട്സ്, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ്, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കപ്പിൾസ് ഫ്രണ്ട്സ് ഉണ്ടാവുന്നതിന്റെ സത്യത്തിൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെയും റിലേഷൻഷിപ്പിനെയും ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിൽ ഡിഫറെന്റ് ഏജസിലുള്ളവർ പറയുന്നുണ്ട്, ഒരു പ്രത്യേക ഏജിലുള്ളവർ, ഈ ഓൾഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നുണ്ട്, ഈ മിഡിൽ ഏജിൽ കപ്പിൾസ് വരുന്നുണ്ട്. സോ നമുക്ക് കൂടുതൽ സാമൂഹ്യ റിലേഷൻസ് വേണം, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പോയി പറയാൻ ഇടം വേണം. അറ്റ് ദ സെയിം ടൈം ബുക്കിൽ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇപ്പൊ ഒരാൾക്ക് മൾട്ടിപ്പിൾ റിലേഷൻസ് ആണ് താല്പര്യമെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ലീവ് ലൈക്ക് ദാറ്റ്. അതിന് അയാൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല, അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ മോണോഗാമസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. തെറ്റിന്റെ ശരിയുടെ അല്ല, പക്ഷെ നമ്മുടെ ചോയ്സ് ആണ്. ഒരാൾക്ക് മൾട്ടിപ്പിൾ റിലേഷൻ ഇഷ്ടമെങ്കിൽ അയാൾ ആ രീതിയിൽ ജീവിക്കാം. മോണോഗമിയാണ് ഒരാൾക്ക് താല്പര്യമെങ്കിൽ അയാൾ ആ രീതിയിൽ ജീവിച്ചു. അതിൽ തെറ്റും ശരിയല്ല. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടം മറ്റൊരാളുടെ മുകളിൽ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് ഒരാളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ ആക്ച്വലി കമന്റ് ചെയ്യാൻ പാടില്ല. ദിസ് ഇസ് ഗുഡ്, ദിസ് ഇസ് ബാഡ്. ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. മൾട്ടിപ്പിൾ റിലേഷൻസ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ജീവിക്കാം, പോളിഗാമി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ജീവിക്കാം, മോണോഗാമസ് ആയിട്ടുള്ളവർ അങ്ങനെ ജീവിക്കട്ടെ, അവരുടെ താല്പര്യമാണ്. അപ്പോ ഓരോരുത്തരുടെയും ടൈപ്പ് ഓഫ് ലൈഫ് അവർക്ക് സ്വയം ചൂസ് ചെയ്യാം. സോ അതിനിടയ്ക്ക് വരുമ്പോഴേക്കും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ കൊണ്ടുപോകണം എന്നാണ് എന്റെ അടുത്ത്.
കാരണം നമ്മളിപ്പോ ശ്യാമിലേക്ക് തന്നെ വരികയാണെങ്കിൽ അവന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പില് അവന്റെ ഫ്രണ്ട്ഷിപ്പിന് പ്രത്യേകിച്ച് ബാലൻസ് ഉണ്ടായിരുന്നില്ല. നമുക്കത് അവൻ അത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. കാരണം അവന്റെ ഫാമിലിയെ അവൻ കുറച്ച് മാറ്റി നിർത്തുന്നുണ്ട് ഫസ്റ്റ് റിലേഷൻഷിപ്പ്. ബുക്കിൽ അങ്ങനെയാണ്. അതായത് ആദ്യം അവൻ 20s അവന്റെ ആദ്യത്തെ പ്രണയത്തിന്റെ സമയത്ത് ചേച്ചിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഹി വാസ് നോട്ട് പ്രസന്റ്. അവൻ അങ്ങനെ പ്രസന്റ് ആയിരുന്നു. അതിന് കാരണം എന്താണ്? അവന്റെ വേൾഡ് മുഴുവൻ ആ ലവറിലേക്ക് ചുരുങ്ങി പോയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് പുള്ളി അത്ര സൂയിസൈഡൽ ആയിട്ട് മാറുകയും ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഹീസ് മെച്ചുവർ ഇനഫ് ആണ്. ഒരു റിലേഷൻഷിപ്പ് കൊടുത്ത മെച്ചുറിറ്റിയും കൂടി ഉണ്ട്. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അവൻ ഈക്വൽ ടൈം കൊടുക്കാനും സാധിക്കുന്നുണ്ട്. സോ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ബ്രേക്കപ്പ് കഴിഞ്ഞ് രണ്ടാം റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ കുറെ അധികം പേര് നല്ല മെച്ചുവർ ആവും. സോ ഒരു മെച്ചുരിറ്റിക്കുള്ള ഒരു അവസരം കൂടിയാണ് ആക്ച്വലി ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത്, അല്ലാതെ സൂയിസൈഡിനുള്ള ഒരു കാരണമല്ല. സോ അങ്ങനെ ആയിട്ട് പുസ്തകം എന്ന രീതിയിലാണ് അതങ്ങനെ നമ്മള് റിയാലിറ്റി അതാണ് ആക്ച്വലി. നമ്മൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബെറ്റർ ലൈഫ് കിട്ടും. അതൊരു ഫാക്ട് തന്നെയാണ്. ഓക്കെ ഓക്കെ ഡോക്ടർ, ഈ ബുക്കിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് പ്രതീക്ഷയറ്റിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിന്നും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നാം സ്നേഹിക്കപ്പെടുന്ന ഒരു പുതുലോകം നമ്മളെ വരവേൽക്കും. ഈ ഒരു മെസ്സേജ് കൊടുക്കാൻ ഡോക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? വ്യക്തിപരമായ അനുഭവങ്ങളാണോ, അല്ലെങ്കിൽ സാമൂഹികപരമായ അനുഭവങ്ങളാണോ, മറ്റാരുടെയെങ്കിലും ലൈഫിൽ നിന്ന് കിട്ടിയ പ്രചോദനങ്ങളാണോ ഈ ഒരു മെസ്സേജിലേക്ക് എത്തിച്ചേർന്നത്? അത് ആക്ച്വലി കുറച്ച് പേഴ്സണലുമാണ്, കുറച്ച് സൊസൈറ്റിയിലുമാണ് കാര്യം. അതായത് പേഴ്സണലി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് പേര് എന്റെ അടുത്ത് പിന്നീട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കാണിക്കുകയും അവരിൽ നിന്നും ഞാൻ ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കുന്ന പലരും നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നവരല്ല, നമ്മുടെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഇറങ്ങി നടന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് എന്റെ ജീവിതത്തിൽ വന്നു പോയത്. അറ്റ് ദ സെയിം ടൈം എന്റെ ഒരു 5 വയസ്സ് തൊട്ടേ എന്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സും എന്റെ കൂടെ ഉണ്ട്. സോ നമുക്ക് ഫേക്ക് ഏതാണ് റിയൽ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ ചിലരുണ്ട് നമുക്കിപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടവർ, അത് സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ട്നേഴ്സ് ആകാം, ഫാമിലി മെമ്പേഴ്സ് ആകാം. എക്സ്പെക്ടേഷൻസ് പിന്നീട് ഹർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട്. അതായത് അവർ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ വന്നില്ല, എല്ലാം നെഗറ്റീവാണ് ചുറ്റും എന്ന് കരുതി ജീവിതം ഇതോടുകൂടി ഫുൾ സ്റ്റോപ്പ് ആയി എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പരസ്പരം ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പിന്നീട് അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ അവർ തയ്യാറായി. അവരുടെ ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആയി. ആ ബെറ്റർ ആകാനുള്ള സാഹചര്യം ഇതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, ലൈഫ് എപ്പോഴും നമുക്ക് നെഗറ്റീവ് മാത്രം തരില്ല. നെക്സ്റ്റ് ഒരു പോസിറ്റീവ് ഫേസ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ പൗലോ കൊയ്ലോയുടെ കൊട്ടേഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം പ്രപഞ്ചം നൽകുമെന്നുള്ളത്. പക്ഷെ എനിക്ക് ആ കൊട്ടേഷൻ കാര്യം കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒന്നുണ്ട്. എന്താണെന്നറിയോ? ഇഫ് യു ആർ ബ്രേവ് ഇനഫ് ടു സേ ഗുഡ് ബൈ, ലൈഫ് വിൽ റിവാർഡ് യു വിത്ത് ഹെലോ എന്നാണ്. അതായത് നമ്മൾ ഒരു ഗുഡ് ബൈ പറയാൻ ധൈര്യം കാണിച്ചാൽ നമുക്കൊരു പുതിയ ഹെലോ ലൈഫ് തരുക തന്നെ ചെയ്യും. ആ ഒരു ഹോപ്പ് എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നാണ്. കാരണം ഇപ്പൊ ലവ് സ്റ്റോറി ഒക്കെ ആണെങ്കിൽ എല്ലാ ഏജിലുള്ളവർ വായിക്കുന്നവരാണ്. വായിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുസ്തകം കൊണ്ട് കുറച്ചെങ്കിലും ഹോപ്പ് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ 6 മന്ത്സിനിടയിൽ 1, 2, 3 അങ്ങനെ റിവ്യൂ അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ ബുക്കിൽ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന, അതായത് കുറച്ച് ട്രോമാറ്റിക് ആയിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ഒരു സ്ത്രീയുടെയും തന്നെ ഒരു പുരുഷന്റെയും തന്നെ കഥ പറയുന്നത്. സോ അവർക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ അവർ തയ്യാറായതുകൊണ്ടാണ്. പിന്നെ ജഡ്ജ്മെന്റൽ ആയിരിക്കും സൊസൈറ്റി. അതുകൊണ്ട് തന്നെ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ അവർ പറയുന്നുണ്ട്. സൊസൈറ്റി എപ്പോഴും ജഡ്ജ്മെന്റൽ ആയിരുന്നു. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഹാപ്പിനെസിന്റെ സൊസൈറ്റി പലപ്പോഴും ജഡ്ജ്മെന്റിലാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തയ്യാറായില്ല എങ്കിൽ നമ്മൾ ജഡ്ജ്മെന്റിന്റെ ലൂപ്പിനുള്ളിൽ കിടന്ന് എന്നേക്കുവായിട്ട് ജീവിതം പോവുകയുള്ളൂ. സോ വി ഷുഡ് ബി ബ്രേവ് ഇനഫ് ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തയ്യാറായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന ഇടയിൽ തന്നെ അവിടെ സ്റ്റക്കായി പോകും. അങ്ങനെ ഒന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കാണുന്നതാണ്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് വന്ന് നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയാണ് മാഡം, ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമുക്കറിയാം കഴിയുന്നത്ര ഈസി ആയിട്ട് സംഭവമല്ല പലർക്കും ബ്രേക്കപ്പ് ഓവർകം ചെയ്ത് അടുത്തയിലോട്ട് പോകാന്നുള്ളത്. കാരണം ചിലര് മേ ബി അവരൊരു ഈ റിലേഷൻഷിപ്പിനെ ഫുൾ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ചിലര് പക്ഷെ കോറിലോട്ട് എടുത്ത് അവർ വളരെ മീനിങ് ആയിട്ടായിരിക്കും കാണുന്നത്. സോ അങ്ങനെ മീനിങ് ആയിട്ട് കണ്ടവർക്ക് ഇതിൽ നിന്നും നമ്മുടെ ശ്യാമിനെ പോലെ തന്നെ ഗെറ്റ് ഓവർ ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യാൻ പാടായിട്ടുള്ള ആളുകളോട് നിങ്ങൾ സങ്കടപ്പെടേണ്ട എന്ന് ഞാൻ പറയില്ല. അവർ സങ്കടപ്പെടണം, ടൈം എടുത്ത് തന്നെ സങ്കടപ്പെടണം, കരഞ്ഞു തീർക്കണം. കരയാണെങ്കിൽ they should cry for a long time. ഒരു 6-7 ദിവസമൊക്കെ എടുത്ത് കരഞ്ഞ് തന്നെ തീർക്കട്ടെ. കാരണം പക്ഷെ അങ്ങനെ ഒരു കരഞ്ഞ് നമ്മളൊരു റിലേഷൻഷിപ്പിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് കുറച്ച് സങ്കടമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയ്ക്ക് നമ്മുടെ ഒരു മൈൻഡിന് ഒരു കാംനെസ്സും കിട്ടും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാം ആകും മൈൻഡ്. അപ്പൊ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് എടുത്തു വെച്ചാലും ദേ വോണ്ട് ബി ഫീലിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് ആ ഒരു ഫീലിങ്സിനെ ഫുള്ള് സപ്രസ് ചെയ്ത് വെച്ച ആ ഒരു പ്രോബ്ലം അന്നേരം ഉണ്ടാവില്ല. നമ്മളായിട്ട് തന്നെ ടൈം എടുത്ത് നമ്മുടെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്ത്
നമുക്ക് ഇന്ന അവൾ പോയി അല്ലെ അവൻ പോയി, നമുക്ക് സങ്കടമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക, സങ്കടമുണ്ട്. സങ്കടം എന്ന കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ ഫോഴ്സ് ചെയ്ത് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് പൊട്ടിച്ചിരിച്ച് നടക്കണം, ഇതൊന്നും ആരെ കൊണ്ട് നടക്കുന്ന കാര്യം. കാരണം ഞാൻ ഈ പറയുന്നത് കാഷ്വലായിട്ട് കാണുന്ന ഒരു കാര്യമില്ല കേട്ടോ. റിലേഷൻഷിപ്പിനെ ഭയങ്കര മീനിങ് ആയിട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് ഓവർകം ചെയ്യാൻ ഇത്തിരി പാടാണ്. സോ അവരുടെ കാര്യം നമ്മളിങ്ങനെ പലരുടെ എക്സ്പീരിയൻസസ് കേട്ടിട്ടുണ്ട്. സോ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ കരയണം, കരഞ്ഞ് തന്നെ അക്കാര്യം ഓവർകം ചെയ്യണം. പിന്നെ ഒരിക്കലും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒന്നായിട്ട് കാണരുത് എന്നാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ടാബു ഉണ്ട്. ഒരാളൊരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണറെ, ക്യാൻ ബി എ സൈക്കോളജിസ്റ്റ്, ക്യാൻ ബി എ സൈക്യാട്രിസ്റ്റ്, ആള് പോയി കാണുന്നത് എന്തോ ഭ്രാന്താണ് എന്ന് വിചാരിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഇരിക്കുന്നത് ഒരിക്കലും ഒരാളെ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്താൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ എല്ലാ ഫീലിങ്സിനെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഫീലിംഗ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഈ ഫീലിംഗ് ഓഫ് ലോസ് പിന്നീട്, അതായത് ഒരാൾ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, ഇത്തിരി ഒരു ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് വിചാരിക്കും എന്റെ കുഴപ്പം കൊണ്ടാണ്, എന്റെ ഇഷ്യൂസ് കൊണ്ടാണ്, എന്റെ പ്രോബ്ലംസ് കൊണ്ടാണ് എനിക്ക് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല. ഇങ്ങനെ ചിന്തിച്ച് ചിന്തകളുടെ ലൂപ്പ് കൂടിയാണ് ഡിപ്രഷനിലോട്ട് പോകുന്നത്. പിന്നെ അവസാനം ഒരു ഈ പറഞ്ഞ സൂയിസൈഡ് ടെൻഡൻസിയിലോട്ടും ഒക്കെ വരുന്നത്. ഈ ബുക്കിലെ ശ്യാമിനെ നോക്കുക, അതേ ഒരു അവസ്ഥയിലാണ് അവനും എത്തുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവന്റെ വീട്ടുകാർക്ക് കുറച്ചും കൂടി എന്തുണ്ടായിരുന്നു, അവർ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർ കറക്റ്റ് ആയിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു. സോ കൗൺസിലിംഗിലൂടെയാണ് അവൻ ബെറ്റർ ആവുന്നത്. കഥയിൽ പറയുന്നുണ്ടല്ലോ. സോ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായ കാര്യമല്ല. ഇൻ കേസ് നമുക്കൊരു വല്ലതും വരച്ചേ ഒരു പെണ്ണ് പോയതിന്റെ സങ്കടത്തിൽ അവൻ താണ്ടെ ഭ്രാന്താശുപത്രി പോയി, ഇങ്ങനെ പറയുന്നവരുണ്ട്. ആ പറയുന്നവർ പറഞ്ഞോട്ടെ, നോ ഇഷ്യൂസ്. ഈ ഒരു പെണ്ണ് പോയി അല്ലെങ്കിൽ ഒരു ചെറുക്കം പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സ് വാലിഡ് ആണ്. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാരന്റ്സിനോട് പറഞ്ഞാൽ, റിലേറ്റീവ്സിനോട് പറഞ്ഞാൽ ആ ഫീലിങ്സ് നമുക്ക് കഴിയുന്നില്ല, കോപ്പപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പ്ലീസ് ഗോ ടു എ കൗൺസിലർ. അതിന് യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല രീതിയിൽ കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മൈൻഡ് നല്ല രീതിയിൽ മാറും. കാരണം നമ്മുടെ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് പിന്നെ എന്തിനാണ്? ആക്ച്വലി ദിസ് ഇസ് ഫോർ മെന്റൽ വെൽബീങ്. നമുക്കിപ്പോ കാണാം ആധുനിക കാലത്ത് ഒരുപാട് യുവാക്കളുടെ ഇപ്പൊ സൂയിസൈഡ് കൂടി വരുന്നു. ഈ സൂയിസൈഡ് സംതിങ് നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അവർക്ക് അത്രമാത്രം മെന്റൽ പെയിനിലൂടെ അഗോണിയിലൂടെ അവർ പോയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ തന്നെ, അവരതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അവരുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആരാലും വേണ്ടില്ല, ഇപ്പൊ നമ്മൾ തന്നെ ആവണം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, അവരെ കൂട്ടിക്കൊണ്ട് ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ മാറുന്നതേ ഉള്ളൂ. അതൊരു ഭ്രാന്താണ്, അതൊരു ടാബു ആയിട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. ടാബുവേ അല്ല. കാരണം മെന്റൽ ഹെൽത്തിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പുസ്തകത്തിലൊക്കെ ഒരിടത്ത് പ്രത്യേകം പറയുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജോബ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെന്റൽ ഹെൽത്തിന് വെയിറ്റേജ് കൊടുക്കേണ്ടതാണ്. ഡോക്ടർ ആശ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് യുവർ തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ്. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ വരട്ടെ. കീപ് ഇൻസ്പയറിംഗ് റീഡേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു നേഹ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.